അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. ഇൻവേഴ്സ് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ നമ്മളിപ്പോ 2 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, റൈറ്റ്? എനിക്ക് 2ന്റെ ഇൻവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1/2 എന്ന് വിളിക്കാന്ന് വിചാരിക്കും. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് പോലെ 1/2 എന്ന് വിളിക്കാന്ന് വെച്ചു. ഈ 1/2 എന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 2⁻⁻1 എന്ന് എഴുതാമല്ലോ, റൈറ്റ്? ഇങ്ങനെ എഴുതുന്ന ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ പറയുന്നത് ഇൻവേഴ്സ് എന്ന് പറയാം. അതായത് നിങ്ങൾക്കൊരു മെട്രിക്സ് എ തന്നിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഇൻവേഴ്സ് എന്താന്ന് വെച്ചാൽ a⁻⁻1 ഈ ഫ്രെയിമിൽ എഴുതുന്നതിനെയാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായി കാണും, റൈറ്റ്? ഇവിടെ എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് 2 1/2 എന്ന് എഴുതുന്ന പോലല്ല, 2ന്റെ റെസിപ്രോക്കൽ 1/2 എന്ന് എഴുതുന്ന പോലല്ല. ഈ എ ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ ആക്ച്വലി മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ 1/a എന്നല്ല എഴുതുക. അതിന് പകരം ഐഡന്റിറ്റി മെട്രിക്സ് ഡിവൈഡ് ബൈ എ ആയിരിക്കും എന്ത് വരിക, എ ഇൻവേഴ്സ്. അപ്പോ ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ ഇൻവേഴ്സ്. ഈ ഒരു ബോധം ഉണ്ടാവണം. അതായത് എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ I/A ആണ്. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിന്റെ ഫ്രെയിമിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസിങ് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ആണ്. എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ആണ് മെട്രിക്സിലെ ഏറ്റവും അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചു പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തെറ്റുന്നതും ഇതുപോലെ ആയിരിക്കും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനേക്കാൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതെല്ലാ കാര്യങ്ങളും പറയണം, നമ്മൾ തുടക്കം മുതൽ ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പറയണം. കണ്ടിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ വീഡിയോസ് എല്ലാം പോയി കാണും. കണ്ടതിന് ശേഷം മാത്രം ഇത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല, റൈറ്റ്? അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഒരു ഫ്രെയിം ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് മനസ്സിലാവില്ല എങ്കിൽ പോലും ഞാനൊന്ന് റഫായിട്ടൊന്ന് എഴുതി വെക്കുക എന്താ സംഭവം. ആദ്യം നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് എ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഐഡന്റിറ്റി മെട്രിക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ മെട്രിക്സ് കിട്ടും. ഇതൊരു പ്രോപ്പർട്ടിയാണ്, അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്ന സംഭവമാണ്. ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ എ എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഞാൻ 2/2 മെട്രിക്സ് എടുക്കും, 1 0 0 1 2/2 ആകുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഇന്നല്ലേ വരും. എന്നിട്ട് നമ്മളൊരു മെട്രിക്സ് കൂടെ എടുക്കുന്നു, മെട്രിക്സ് എന്ന് വെച്ചാൽ 1 2 3 4 എടുക്കും. എന്നിട്ട് നിങ്ങൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് I ആണെന്ന് അറിയാം, നമുക്ക് ഇത് A ആണെന്ന് അറിയാം, റൈറ്റ്? മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, 1 2 3 4 ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ വരിക എന്നുള്ളത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. So 1 into 1 1, then 0 into 3 0 plus 0 ആയല്ലോ. അടുത്ത 0 into ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അല്ലേ. അടുത്തത് 1 into 2 2 plus 0 into 4 0. നെക്സ്റ്റ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 0 into 1 0 plus 1 into 3 3. അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. സോ 0 into 2 0 plus 1 into 4 4. സോൾവ് ചെയ്ത് നോക്കി. 1 2 3 4 1 2 3 4. അതെന്ത് തന്നെയാണ്, എ തന്നെയാണ്. അതായത് ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ എ എന്ന് പറയുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് ഇടുന്നത് എന്തായിരിക്കും, ആ മെട്രിക്സ് തന്നെ ആയിരിക്കും. ഇതാണ് ഈ പറഞ്ഞത്. ഈ ഒരു ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ഇൻവേഴ്സിന്റെ ഒരു ലോജിക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു ലോജിക്ക്, ഈ ഒരു ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെ ഒരു സംഭവത്തെ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ ഈ സംഭവത്തെ ചെയ്ത് ഇതിനെ ഇങ്ങനെ ഈ പറഞ്ഞ മെട്രിക്സിൽ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റിയെടുത്ത് ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി എടുത്ത് ഞാൻ മാറ്റും, റൈറ്റ്? നമ്മൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരും. വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നില്ല, ഞാൻ ഈ പറയുന്ന ഒരു ഐഡിയ ഓർത്ത് വെച്ചിരിക്കുക. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരും. ഇതിനെ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ വഴിയെ പറയാം. എ എന്ന് പറയുന്ന മെട്രിക്സിനെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ 1 2 3 4 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് അത് 1 0 0 1 എന്നുള്ള ഫ്രെയിമിലുള്ള ഒരു മെട്രിക്സ് ആക്കി എടുത്ത് മാറ്റും. അതെങ്ങനെയെന്ന് പറയാം, ഓക്കെ? അതിനുശേഷം അപ്പോ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കാണിച്ചാലും അതനുസരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ മാറ്റങ്ങൾ വരാം, റൈറ്റ്? അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന എ അതേപോലെ ചുമ്മാ എ എന്ന് തന്നെ എഴുതി വെക്കും. അതെന്താന്ന് പോലും എനിക്കറിയില്ല, ഞാൻ വെറുതെ എ എന്ന് തന്നെ എഴുതി വെക്കാം. ഇവിടെ മാറുന്നതനുസരിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതി. ഞാൻ ഇപ്പുറത്തെ ഒരു +2 ഇട്ട് കൊടുത്താൽ ഉറപ്പായിട്ട് അപ്പുറത്ത് ഞാനൊരു +2 ഇട്ട് കൊടുക്കാം, എങ്കിലല്ലേ അത് കറക്റ്റ് ആവും. കാര്യം ഈക്വൽ സൈൻ കറക്റ്റ്. സിമിലർലി ഞാൻ
ഇവിടെ ഈക്വൽ ടു കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും അതേ ട്രാൻസ്ഫോർമേഷൻസ് ഈ ഐഡന്റിറ്റി മെട്രിക്സിൽ എഫക്ട് ചെയ്യും. അപ്പൊ എന്തൊരു അറിയാം, ഈ ഐഡന്റിറ്റി മെട്രിക്സ് ഇങ്ങനെ അതായത് ഇവിടെ ട്രാൻസ്ഫോം അനുസരിച്ച് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ ഐഡന്റിറ്റി മെട്രിക്സിൽ വരും. അങ്ങനെ വരുമ്പോൾ ഈ ഐഡന്റിറ്റി മെട്രിക്സ് മാറി 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 പുതിയൊരു മെട്രിക്സ് വരും. ആ പുതിയ മെട്രിക്സിനെ ഞാൻ ബി എന്ന് വിളിച്ചു. എ അല്ല വരുന്നത്. ഒരിക്കലും ചിന്തിക്കരുത് എ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്ത് ഐഡന്റിറ്റി മെട്രിക്സ് വരുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ട്രാൻസ്ഫോം ചെയ്ത് എ വരുമെന്നല്ല, അതും ട്രാൻസ്ഫോം ആയി. അതായത് ഈ 1001 എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി മെട്രിക്സ് മാറി 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 ഞാൻ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് മാറി മാറി വരുമ്പോൾ പുതിയൊരു മെട്രിക്സ് കിട്ടും, ബി എന്ന് പറഞ്ഞു കിട്ടും. റൈറ്റ്? മറ്റേത് വെറുതെ എ എന്ന് എഴുതി വെക്കാണ്. ഇത് രണ്ടും മെട്രിക്സുകളാണ്, മറക്കരുത്. ഈ പറഞ്ഞ പോലെ ബി ഒരു മെട്രിക്സ് ആണ്, ഈ പറഞ്ഞ ഐയും ഒരു മെട്രിക്സ് ആണ്. റൈറ്റ്? അപ്പോ ഓർക്കേണ്ട കാര്യം എ വെറുതെ എഴുതി വെക്കുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ എ ഇങ്ങ് താഴെ കൊണ്ടുവരും. കാര്യം ബി ഇൻറ്റു എ എന്നാണോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവൈഡ് ആവത്തില്ലേ. സോ ഐ ബൈ എ എന്ന് പറഞ്ഞാൽ ഐ ബൈ എ എന്ന് പറയുന്നത് ഈ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ അതായത് ഐഡന്റിറ്റി മെട്രിക്സ് മാറിയപ്പോൾ കിട്ടിയ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് കിട്ടി. ഈ ഐ ബൈ എ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഐ ബൈ എ എന്ന് പറയുന്നത് എന്താണ്, എ ഇൻവേഴ്സ് ആണ്. സോ എ ഇൻവേഴ്സ് എന്താന്ന് ചോദിച്ചാൽ ബി ആയിരിക്കും. അതായത് ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇത് മാറി 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 ഐഡന്റിറ്റി മെട്രിക്സ് ആവുന്ന സമയത്ത് ഐഡന്റിറ്റി മെട്രിക്സ് മാറി 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 ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആവത്തില്ലേ, ആ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആയിരിക്കും ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. ഈ ഐഡിയ നല്ലപോലെ മനസ്സിലായെങ്കിൽ മാത്രമേ ഇനി പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 1 by 1 ഒരു പ്രോബ്ലംസ് എടുത്തു വെച്ച് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ബൈ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. അതായത് എലമെന്ററി ഓപ്പറേഷൻ വെച്ച് വേണം കണ്ടുപിടിക്കാൻ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ഡിറ്റർമിനൻസ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അതിലും ഈ പറഞ്ഞ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം അല്ല ഈ സംഭവം എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയും എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ച് തന്നെ ചെയ്യണം. അപ്പൊ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്യാവും. രണ്ട് രീതി ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ മാർക്ക് തരില്ല. എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ച് തന്നെ ചെയ്യണം. അതുകൊണ്ട് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കേൾക്കുക, നല്ലപോലെ കേട്ടോണ്ടിരിക്കാം. ഈ വീഡിയോ മനസ്സിലാവുന്നതിന് ഒന്നുകൂടെ കേട്ടു നോക്കുക, അഥവാ ക്ലിയർ ആവുന്നില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുവിധം ആദ്യം പറയുമ്പോൾ തന്നെ നല്ലപോലെ മനസ്സിലാവും, ശ്രദ്ധിച്ചത് കേട്ടോണ്ടിരുന്നാൽ മാത്രം മതി. സോ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം എഴുതിയൊരു ഫ്രെയിം ഉണ്ടല്ലോ, അതൊന്ന് എഴുതി വെക്കാം. എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ എ ഈസ് ഈക്വൽ ടു ഐ എ എന്ന് നോട്ട് ചെയ്യണം. അടുത്തെന്താണ്, എ എന്ന് പറയുന്ന മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് 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 നമുക്ക് എന്താക്കി മാറ്റണം, ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. അങ്ങനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുന്ന സമയത്ത് ഐഡന്റിറ്റി മെട്രിക്സ് മാറി 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 എന്തായി മാറും, പുതിയൊരു മെട്രിക്സ് ആവും. ഞാൻ അതിനെ ബി എന്ന് വിളിക്കുന്നു. മറ്റേത് വെറുതെ എ എന്ന് എഴുതുന്നേ ഉള്ളൂ, അല്ലാതെ മെട്രിക്സ് ഒന്നുമില്ല, ചുമ്മാ എ എഴുതി വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ എ ഇങ്ങ് താഴെ കൊണ്ടുവരും. അപ്പോൾ ഐ ബൈ എ എന്ന് പറഞ്ഞ ഫ്രെയിമിലാവും. ഐ ബൈ എ എന്ന് പറയുന്നത് ബി ആവും. ഈ ഐ ബൈ എ എന്ന് പറയുന്നത് എന്താണ്, എ ഇൻവേഴ്സ് ആണ്. അതായത് നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും, ഇങ്ങനെ ഐഡന്റിറ്റി മെട്രിക്സ് ട്രാൻസ്ഫോം ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ മെട്രിക്സ് ആയിരിക്കും. ഇതാണ് കഥ. നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കുന്നത്. റൈറ്റ്? സോ ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെയാണ്. ഞാൻ സോൾവ് ചെയ്ത് നല്ലപോലെ കേട്ടുകൊണ്ടിരിക്കാം. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നമുക്കറിയാം വി നോ ദാറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്. റൈറ്റ്? സോ ഞാൻ എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് ഇങ്ങോട്ട് ഇടാം, വി നോ ദാറ്റ് എ ഈസ് ഈക്വൽ ടു ഐ, ഇങ്ങനെ എടുത്തത്. റൈറ്റ്? എന്നതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നല്ലപോലെ കേട്ടോണ്ടിരിക്കുക. 2/2 ആണ്. 2/2 ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ വരാനില്ല. 2/2ന്റെ ഓപ്പറേഷൻ ഫ്രെയിം നല്ലപോലെ കേൾക്കുക. ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സ് അതെന്താണെന്ന് നമുക്കറിയാം. 1 2 2 -1 അതെടുത്ത് ഞാൻ എഴുതും. വിച്ച് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്താണെന്ന് അറിയാം, 1 0 0 1. കാര്യം എന്താ, ഇത് 2/2 മെട്രിക്സ് ഇൻറ്റു ആ എയും കൂടെ എഴുതി വെക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യണം. ട്രാൻസ്ഫോം ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ തന്നിരിക്കുന്ന മെട്രിക്സിനെ സോൾവ് ചെയ്ത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റണം. ഐഡന്റിറ്റി മെട്രിക്സ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത വേണം, അത് 1 0 0 1 ഇങ്ങനെ ആക്കി എടുക്കണം എന്നുള്ള തോന്നൽ വേണം. അതായത് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം ചെയ്യാൻ. ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. അതാണ്ട് ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ലോജിക്കിൽ വേണം ചിന്തിക്കാൻ. അതായത് യു മെത്തേഡ് എന്ന് ചുമ്മാ ചിന്തിച്ചു വെക്കുക. എന്താണ് യു മെത്തേഡ് എന്ന് ചിന്തിക്കുക. യു പോലെ ചെയ്യും. യു മെത്തേഡ് എന്ന് വെച്ചാൽ 1/1 നമ്മൾ മാറ്റും. ആദ്യം ഇതാണ്ട് ഇത് മാറ്റും,
രണ്ടാമത് ഇതിനെ മാറ്റണം, മൂന്നാമത് ഇതിനെ മാറ്റണം, നാലാമത് ഇതിനെ മാറ്റണം. അങ്ങനെ 1 by 1 മാറ്റി മാറ്റി കൊണ്ടുവരണം എന്നാണ് ചിന്തിക്കുക. പല രീതികളുണ്ട് ചെയ്യാൻ. ഞാൻ ഈ പറയുന്ന അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലോജിക്ക് തന്നെ ഉപയോഗിക്കുന്നത്. യു മെത്തേഡ് ഇങ്ങനെ പേരൊന്നുമില്ല, നമ്മളായിട്ട് ചെയ്യാനുള്ള കംഫർട്ടബിൾ സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് യു മെത്തേഡ് തന്നെ പറയുന്നത്. സോ ആദ്യം ഇതാണ് മാറ്റേണ്ടത്. താങ്ക് ഗോഡ് നമുക്ക് ഇവിടെ വരേണ്ട നമ്പർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. കാര്യം നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ട ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ. അപ്പൊ അവിടെ 1 തന്നെയാണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് അതിന് തൊടണ്ട. ഇനി വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ 5 വല്ലോ ആണ് കിടന്നിരുന്നെങ്കിൽ നിങ്ങൾ ആ 5നെ 1 ആക്കണം. അങ്ങനെ ഈ പറയുന്ന നമ്പേഴ്സിനെ 1 ആക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ 5 ആണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് 1 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയോ? ആ നമ്പറിനെ തന്നെ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് ഇപ്പൊ 5 കിടന്നാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചുമ്മാ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിന് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. എന്നാൽ ഇവിടെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനില്ല, ഞാൻ അതങ്ങ് വിട്ടു. അപ്പോ ഈ സെക്ഷൻ ക്ലിയർ ആയി. ഇനി രണ്ടാമത്തെ ഇതല്ലേ, ഈ സെക്ഷൻ ചെയ്യാൻ പോകും. അതായത് ഇതിനെ മാറ്റണം. ഇതിനെ എന്താക്കി മാറ്റണം? ഇതിനെ 0 ആക്കി മാറ്റണം. എങ്ങനെ 0 ആക്കി മാറ്റാൻ പറ്റും? കാരണം എന്താ, ഇവിടെ വേണ്ട 0 അല്ലേ. അപ്പൊ ഞാൻ 0 ആക്കാൻ പോവാ. അപ്പൊ ഇവിടെ ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് ഈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള ഈ എലമെന്റ് ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വരാനില്ല ഇപ്പൊ. ഇനി ഞാനിപ്പോ മാറ്റാൻ പോകുന്നതാണ് അടുത്ത ഇങ്ങോട്ടല്ലേ മാറാം. അതായത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഇതിനെ മാറ്റാൻ പോകണം. ഇതിനെ എന്താക്കി മാറ്റണം? 0 ആക്കണം. ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടി എന്താ നോക്കണം? നിങ്ങൾ നോക്കിയേ, 2 ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്കുള്ള. ഒന്ന് റോ ട്രാൻസ്ഫോർമേഷൻ, 2 കോളം ട്രാൻസ്ഫോർമേഷൻ. റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും കോളം ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഞാൻ നിങ്ങളെ ഇപ്പൊ പഠിപ്പിക്കുന്നത്, നമുക്ക് സ്റ്റേറ്റ് സിലബസ് എന്ന് പറയേണ്ട സ്റ്റേറ്റ് ആയാലും CBSE ആണെങ്കിലും റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും കോളം ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും ചെയ്യുന്ന പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിങ്ങളെ റോ ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിപ്പിക്കുന്നത്. നോക്കിയിരിക്കും, ഇത് മനസ്സിലായ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. അതെ, റോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ ആണെന്ന് അറിയാം അല്ലെ. ഇത് മനസ്സിൽ വെച്ചേക്കണേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി വെക്കണം. എനിക്ക് മാറ്റേണ്ടത് ഇതിനെയാണ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റിനെയാണ്. അപ്പൊ എനിക്ക് മാറ്റേണ്ടത് സെക്കൻഡ് റോയാണ്. സെക്കൻഡ് റോയെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് റോ എനിക്ക് 0 ആക്കി മാറ്റും. അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ 2 പറയുമ്പോൾ തൊട്ട് മുകളിലുള്ള എലമെന്റ് എന്ന് പറയുമ്പോൾ 1. അപ്പൊ ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് 1 അല്ലേ. ഈ 1നോട് ഞാൻ പറയും, നീ പോയി 2 വിളിച്ചോണ്ട് പോവാ. അപ്പൊ 1 പോയി 2നെ വിളിച്ചോണ്ട് വരുമ്പോൾ എന്താ പറ്റും? അത് 1 × 2 ആവും, 2 ആവും അല്ലെ. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളാം. അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറയാണ്, ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് അപ്പൊ R1, നീ പോയി 2നെ വിളിച്ചോണ്ട്, അപ്പൊ 2 × R1. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളാം. എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആരാ? R2 ആണ്. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളാം. ഇങ്ങനെ എഴുതുന്ന ഈ പരിപാടിയെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോ ഈ മെട്രിക്സിന്റെ ഓരോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് നമ്മളിത് സോൾവ് ചെയ്തെടുക്കാം. ഈ ഐഡിയ ഒന്നുകൂടെ ഞാൻ പറയുന്നു. നമുക്ക് എന്താ ചെയ്യേണ്ടി വന്നത്? എനിക്ക് ഇതിനെ 0 ആക്കണം. അപ്പൊ ഇത് എന്റെ ശ്രദ്ധ ഇതിൽ മാത്രമാണ്, വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളത് മാറും. ഇവിടെ ഇത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇത് എനിക്ക് എങ്ങനെയെങ്കിലും 0 ആക്കണം. ഇത് 0 ആക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ 2ൽ നിന്ന് ഒരു 2 കുറയ്ക്കണം. 2ൽ നിന്ന് 2 കുറച്ചാൽ 0 ആകത്തില്ലേ. പക്ഷെ ചുമ്മാ കുറയ്ക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഓർഡർ സഹായം തരണം. അപ്പൊ ഞാൻ തൊട്ട് മുമ്പത്തെ റോയിലുള്ള, അതായത് ഫസ്റ്റ് റോയിലുള്ള 1ന്റെ അടുത്ത് പറയും, 1 പോയി 2നെ വിളിച്ചോണ്ട് വന്നാൽ, ഈ 1 പോയി 2നെ വിളിച്ചോണ്ട് വന്നാൽ ആ 1ന് 2 അല്ലേ, ആ 2വിനകത്ത് കുറച്ച് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. റൈറ്റ്, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി 2നെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ചിന്തിക്കുക കേട്ടോ. റൈറ്റ്, ഓർക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി 2നെ വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് നീ അത് എന്റെ അടുത്ത് കുറച്ച് കളാം. എന്റെ അടുത്ത് വെച്ചാൽ ഈ R2ലുള്ള എന്റെ അടുത്ത്. ആ സമയത്ത് R2ൽ അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തിക്കാം. സത്യം പറഞ്ഞാൽ സെക്കൻഡ് റോയിൽ ആരൊക്കെ ഉണ്ട്? -1 കൂടെ ഉണ്ട്. നമ്മൾ ഇവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം, എന്ത് സംഭവിക്കുന്നു. സോ സെക്കൻഡ് റോ മാത്രമല്ലേ ഉള്ളൂ. അപ്ലൈ കേട്ടോ, അപ്ലൈങ് എഴുതണം, കൃത്യമായിട്ട് എഴുതണം. നമ്മൾ ഏത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത് ചുമ്മാ എടുത്ത് എഴുതി നോക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നുമില്ല, 1, 2 ഇതിൽ മാറ്റമൊന്നുമില്ല. സെക്കൻഡ് റോയിൽ വരുന്ന മാറ്റം നോക്കണം. എന്താ ചെയ്തേ? ഇവിടുന്ന് റിവേഴ്സ് ചിന്തിക്കാൻ നോക്കി. ഇവിടുന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് റോയിൽ ഉള്ള എലമെന്റ് നീ പോയി 2നെ വിളിച്ചോണ്ടോ. സോ 1 പോയി 2നെ വിളിച്ചോണ്ട് വരുമ്പോൾ 2 ആവും. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളാം. 2 - 2 എത്ര ആയി? 0. ഓക്കെ, അപ്പൊ അതാ. ഇനി അടുത്ത നോക്കാം. ഈ സംഭവം നോക്കാം. ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഈ റോയിൽ ചെയ്യുന്നത് മൊത്തത്തിൽ ചെയ്യണം, അല്ല ഇവിടെ മാത്രം ചെയ്ത് നിർത്തരുത്. അത് നമ്പർ മാറുമായിരിക്കാം, ഒരു പ്രശ്നവുമില്ല. റൈറ്റ്, അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ വീണ്ടും അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി 2നെ വിളിച്ചോണ്ടാ. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവരെ വേണം സഹായത്തിന് വിളിക്കാൻ.
അതാതിന്റെ മേളിൽ കിടക്കുന്നതിന് മാത്രമേ നോക്കാം. ഇപ്പൊ ഇവനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവന്റെ സഹായം നമുക്ക് തരും 1ന്റെ. അതേപോലെ ഇവനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവന്റെ സഹായം വേണം. ഇവനെ മാറ്റേണ്ടതല്ല, പക്ഷേ ഈ ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ട് നമ്മൾ ഇവനെ മാറ്റിയേ പറ്റും. സോ നമ്മൾ പറയും ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി ആരെ വിളിച്ചോണ്ടാ 2. സെയിം ഓപ്പറേഷൻ ആണ്. സോ 2 പോയി 2നെ വിളിച്ചോണ്ട്. അപ്പൊ എത്ര ആവും? 2 പോയി 2നെ വിളിച്ചോണ്ട് 2 × 2 4 ആയി. എന്നിട്ട് നീ അത് എന്റെ അടുത്ത് കുറച്ച് കളാം. ഞാൻ ആരാ? -1 ആണ്. -1ൽ നിന്നും കുറച്ച് കളാം. അങ്ങനെ എഴുതിയേക്കെ. സോ -1 -4 -1 -4 എത്ര? -5. കണ്ടു? ഇതാണ് ഈ സംഭവം. മനസ്സിലായി കാണും. റൈറ്റ്? അടുത്തത് അപ്പോ ഇവിടെ എന്ത് ചെയ്താലും നമുക്ക് അപ്പുറത്തും ചെയ്യണം അല്ലെ? ഇവിടെ അപ്പുറത്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 0 ആണ്. ഫസ്റ്റ് റോയ്ക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ, ഫസ്റ്റ് സിറ്റുവേഷനിൽ ഒന്നും ഇല്ല. പക്ഷേ സെക്കൻഡ് റോയിൽ മാറ്റമുണ്ട്. കാര്യം എന്താ? നമുക്ക് ഈ ഓപ്പറേഷൻ അപ്ലൈ ചെയ്തേ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് അത് തന്നെ ഓർത്ത് നോക്കുക. ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി 2നെ വിളിച്ചോണ്ട്. അപ്പൊ 1 പോയി 2നെ വിളിച്ചോണ്ട് വരുമ്പോൾ 2 ആവും. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളാം. ഞാൻ ആരാ? 0 ആണ്. എന്റെ അടുത്ത് കുറച്ച് കളാം. 0 - 2. എന്തോ 0 - 2 -2. Again I am applying the same procedure. അതാണ് ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി ആരെ വിളിച്ചോണ്ട് പോ? 2നെ വിളിച്ചോണ്ട് പോ. 1 പോയി 0 പോയി 2നെ വിളിച്ചോണ്ട് വന്നാൽ 0 തന്നെ. കാര്യം 0 × 2 എന്താണ്? 0. എന്നിട്ട് അത് എന്റെ അടുത്ത് കുറച്ചാണ്. അപ്പൊ 1 ഇരുന്ന് കുറച്ചാണ്. 1 - 0 എന്താണ്? 1 ആണ്. കണ്ടോ? മറ്റേതായി അതേപോലെ എഴുതി. ഇതാണ് ഇവിടെ ചെയ്ത സ്റ്റെപ്പ്. ഈ ഒരു ഐഡിയ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം 1 ഉം 0 ആണ്. ഇനി എന്താ വേണം? ഇവിടെ 1 വരണം, ഇവിടെ 0 ആക്കണം. അപ്പൊ ഇനി ഇവിടെ 1 ആക്കണം, ഇവിടെ 0 ആക്കണം. ആ പരിപാടിയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. അപ്പൊ നമുക്ക് അടുത്ത സംഭവം എടുത്ത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ മാറ്റേണ്ടത് ഇതിനെ ഞാൻ ആലോചിക്കാം. ഓർക്കുക, നല്ലപോലെ ശ്രദ്ധിക്കുക. എനിക്ക് മാറ്റേണ്ടത് ഈ -5നെയാണ്. കാരണം എന്താ? നമ്മൾ 1 മാറ്റി, 1 അതേപോലെ ഉണ്ടായിരുന്നു, അത് ഓക്കെ ആക്കി ഇതിനെ 0 ആക്കിയിട്ടുണ്ട്. ശ്രദ്ധ ഇവിടെ മാത്രം കൊടുക്കുക. ഇതിനെ എങ്ങനെയെങ്കിലും ഐഡന്റിറ്റി മെട്രിക്സ് ആക്കുക, അതാണ് മാറ്റം. ഓക്കെ. സോ ഇതിനെ 1 ആയി, ഇവിടെ 0 ആയി. ഇനി നമുക്ക് എന്താണ്? 1 വേണം. ഞാൻ ഓൾറെഡി പറഞ്ഞു 1 ആവണമെങ്കിൽ എന്താണോ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. റൈറ്റ്? അപ്പൊ ഇവിടെ -5 ആണ്. ഈ -5 1 ആക്കണമെങ്കിൽ -5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ അത് മാത്രം ആലോചിച്ചത്. 1 ആക്കണമെങ്കിൽ എന്താണോ തന്നിരിക്കുന്ന നമ്പർ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി എന്നാണ്. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. റൈറ്റ്? സോ നമ്മൾ 0 ആക്കണമെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി വരിക. പക്ഷെ നമുക്ക് എഴുതി വെക്കണം അല്ലെ? സെക്കൻഡ് റോ അല്ലേ അത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈയിങ്. ഇത് നിർബന്ധമായിട്ട് എഴുതാം കേട്ടോ. സെക്കൻഡ് റോയെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നിങ്ങൾ തന്നെ പറ. ഇത് -5 1 ആവണമെങ്കിൽ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ അപ്ലൈയിങ് R2 gives R2 divided by -5. സെക്കൻഡ് റോയെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് റോയെ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ സെക്കൻഡ് റോയെ ഞാൻ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് മാറ്റം വരും നമുക്ക് നോക്കാം. ഫസ്റ്റ് റോയില് അപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഞാൻ അതേപോലെ എഴുതി നോക്കും. എന്തൊക്കെയാ? 1 ഉം 2. ഇനി അപ്പർ സൈഡ് എഴുതുവാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതും അതേപോലെ എഴുതി നോക്കാം. എന്താണ്? 1 0 എന്നിട്ട് ഐയും കൂടി എഴുതി വെക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയാം. ഇല്ല, ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം അല്ലെ? അതായത് സെക്കൻഡ് റോയെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0 ഡിവൈഡ് ബൈ -5 എന്ന് വെച്ചാൽ എത്ര വരെ? 0 ഡിവൈഡ് ബൈ -5 എന്താണ്? അത് 0 തന്നെയാണ്. അപ്പൊ അതെടുക്കുക. -5 ഡിവൈഡ് ബൈ -5 നമ്മുടെ ആവശ്യം അതായിരുന്നു. നമുക്കത് 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താലും അപ്പുറത്തും ചെയ്യണം അല്ലെ? സോ -2 ഡിവൈഡ് ബൈ -5. -2 ഡിവൈഡ് ബൈ -5 എന്താണ്? മൈനസ് കട്ടായി പോകുമ്പോൾ എന്താ വരും? 2/5 എന്ന് പറയും. 1 ഡിവൈഡഡ് ബൈ -5. 1 ഡിവൈഡ് ബൈ -5 എന്താണ്? -1/5. അങ്ങനെ അതായി. അപ്പൊ 1 ആയി, 0 ആയി, 1 ആയി. ഇനി ഇതിന്റെ കാര്യം തീരുമാനമാക്കി. ഇനി എന്തുകൂടെ മതി? ഈ 0 കൂടെ ആക്കിയത്. അപ്പൊ ഇനി ആരെ മാറ്റണ്ടേ? ഇവനെ മാറ്റണം. 2നെ മാറ്റണം. അപ്പോ ഈ 2 എന്ന് പറഞ്ഞ ഏത് റോയിലുള്ളതാ? ഫസ്റ്റ് റോയിലെ. അപ്പോ അപ്ലൈയിങ് ഫസ്റ്റ് റോയിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റോയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഓർമ്മ വേണം. എന്താണ് ചെയ്യുന്നത്? നേരത്തെ പ്ലാൻ ചെയ്തിരിക്കണം. നമുക്ക് ഇവനെ 0 ആക്കണം അല്ലെ? 2നെ 0 ആക്കണമെങ്കിൽ 2നെ 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ചുമ്മാ ഒരു -2 നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വേറെ റോയുടെ സഹായം ചെയ്യണം. ഇവിടെ നമ്മൾ R1 എന്ന് പറയുന്ന റോയെ സഹായിക്കാൻ ആരുണ്ട്? R2 ഉണ്ട്. അപ്പൊ R2ൽ 2ന് താഴെ കിടക്കുന്ന നമ്പർ എത്ര? 1 അല്ലേ? അപ്പൊ 1നോട് നമ്മൾ എന്താ പറയണം? ഇപ്പൊ ഇതിനകത്ത് 2 ആണ് കുറയ്ക്കേണ്ടതെന്നുള്ളതുകൊണ്ട് എന്താണോ കുറയ്ക്കേണ്ടത് അതിനെ പോയി വിളിച്ചുകൊണ്ടിരാൻ പറയണം അല്ലെ? സോ നമ്മൾ പറയും 1നോട് പറയും. 1 ഈ പറഞ്ഞ സെക്കൻഡ് റോയോട് പറയും. സെക്കൻഡ് റോ നീ പോയി ആരെ വിളിച്ചോണ്ട് പോവാ? 2നെ വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളാം എന്ന് പറയും. റൈറ്റ്? അപ്പൊ എന്താ? 0 ആകത്തില്ല. അപ്പൊ ഞാൻ എഴുതാണ് സെക്കൻഡ് റോയിലുള്ള എലമെന്റ് നീ പോയി 2നെ വിളിച്ചോണ്ട് പോകും. സോ 1 പോയി 2നെ വിളിച്ചോണ്ട് വരും. അപ്പൊ എത്ര? 2. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളാം. ഫസ്റ്റ് റോയിലുള്ള എന്റെ അടുത്ത് കുറച്ച് കളാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തോന്നൽ വരും, അയ്യോ അപ്പൊ ഇത് മാറുമ്പോൾ ഇത് മാറത്തില്ലേ?
ഞാൻ പഠിപ്പിച്ച പ്രൊസീജിയർ കൃത്യമായി ഫോളോ ചെയ്യാം, ഒരു രീതിയിലും തെറ്റത്തില്ല. ഒരു വട്ടം ചെയ്ത സംഭവം ഒരിക്കലും തെറ്റത്തില്ല. കറക്റ്റ് ആയിട്ട് ചെയ്തു പോയാൽ മതി. ഈ ഫ്രെയിം മറക്കാതിരിക്കുക. യു മെത്തേഡ് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നത് കുളമാകത്തില്ല. നിങ്ങൾ ഞാൻ പറയുന്ന പ്രൊസീജിയർ അല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തത് വീണ്ടും തെറ്റാനുള്ള സാധ്യത. നമ്മൾ ഓൾറെഡി ചെയ്ത് ശരിയാക്കി വെച്ചിരിക്കുന്നതും കൂടെ വീണ്ടും തിരുത്തേണ്ടി വരും. അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യാൻ പോകണേ. അപ്പോൾ അതാണ്ട് ഇവന്റെ കാര്യം തീരുമാനമാക്കിയത് അവസാനം ഇവന്റെ കാര്യം ചെയ്തോണ്ടിരിക്കാം. നോക്കിയിരിക്കുക എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ. സോ അപ്ലൈ ഫസ്റ്റ് റോയിലാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പൊ സെക്കൻഡ് റോയ്ക്ക് മാറ്റമില്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് സെക്കൻഡ് റോ എല്ലാം എഴുതി വെക്കാം. 0 1 ഇതാണല്ലോ സെക്കൻഡ് റോ. ഇവിടെയും സെക്കൻഡ് റോ നമുക്ക് എഴുതി വെക്കാം. കാര്യം ഫസ്റ്റ് റോയിൽ മാറ്റങ്ങൾ വരാൻ പോവാം. 2/5 - 1/5 ഇൻറ്റു എ. ശരി, നമുക്ക് നോക്കാം. സെക്കൻഡ് റോയിലുള്ള എലമെന്റ് നീ പോയി 2നെ വിളിച്ചോണ്ട് എന്നിട്ട് എന്റെ നിന്ന് സബ്ട്രാക്ട് എന്നല്ലേ പറയുന്നത്. സെക്കൻഡ് റോയിലുള്ള എലമെന്റ് അപ്പം 0 അല്ലേ. 0 പോയി 2നെ വിളിച്ചോണ്ട്. അപ്പൊ 0 പോയി 2നെ വിളിച്ചോണ്ട് 0 ആണ്. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കളാം. സോ അപ്പൊ എന്താ വെച്ചാൽ 0 പോയി 2നെ വിളിച്ചോണ്ട് വരുമ്പോൾ 0 ആണ്. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കളാം. ഞാൻ ആരാ 1 ആണ്. 1 നിന്ന് കുറച്ച് കളാം. 1 - 0 എത്രയാണ്? 1 ആണ്. റൈറ്റ്. ശരി, രണ്ടാമത് നോക്കി. 1 പോയി സെക്കൻഡ് റോയിലുള്ള എലമെന്റ് 1 ആണ്. 1 പോയി ആരെ വിളിച്ചോണ്ടിരണം? 2നെ വിളിച്ചോണ്ടിരണം. 1 പോയി 2നെ വിളിച്ചോണ്ടിരുമ്പോൾ എന്താ 1 × 2 2. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ചുള്ള ഞാൻ ആരാ 2 ആണ്. സോ 2 ൽ നിന്ന് 2 കുറയ്ക്കും. എത്ര വരിക? 0. അതായിരുന്നല്ലോ നമ്മുടെ ആവശ്യം. നമ്മൾ നേടിയെടുത്തു. ഇതേ പരിപാടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും ചെയ്യണം. ഇവിടെ ചെയ്യുമ്പോൾ നല്ലപോലെ കേട്ടോണ്ടിരിക്കണം. ഫ്രാക്ഷൻസ് കിടക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോവാണ്. നല്ലപോലെ കേട്ടോണ്ടിരിക്കും. ഞാൻ ആ ഫ്രാക്ഷൻ സോൾവ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞുതരാം. ഇതാ നോക്കും. ഇതേ ഓപ്പറേഷൻ ആണ്. ഇവിടെ എന്ത് ചെയ്തോ അത് തന്നെയാണ് അപ്പുറത്ത് അപ്ലൈ ചെയ്തത്. സോ സെക്കൻഡ് റോയിലുള്ള എലമെന്റ് ആരാ? 2/5 അല്ലേ. അപ്പൊ പോയി 2നെ വിളിച്ചോണ്ടിരും. അപ്പൊ 2/5 2നെ വിളിച്ചോണ്ടിരുമ്പോ 2 × 2/5 2 × 2/5 എത്ര? 4/5 ആണ്. കറക്റ്റ് ആണ്. കാര്യം 2/5 പോയി 2നെ വിളിച്ചോണ്ടിരുന്നത്. സോ 2 × 2/5 2 × 2/5 എന്ന് വെച്ചാൽ 4/5. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ചാളാണ്. എന്റെ അടുത്ത് ഞാൻ ആരാ 1 ആണ്. സോ 1 - 4/5 എന്ന് പറഞ്ഞു. നമുക്കറിയാം നല്ലപോലെ എങ്ങനെ ചെയ്യേണ്ടത്. സോ ഇത് ക്രോസ് ചെയ്തു അല്ലെ. 1 - 4/5 സത്യം പറഞ്ഞാൽ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്കിലും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ക്രോസ് ചെയ്യുന്നു. അപ്പൊ എത്ര വരും? 5 - 4/5 എത്ര വരിക? 1/5 എന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് കിട്ടി? ഇത് 1/5 എന്ന് കിട്ടി. എഗെയിൻ ഇതേ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ഫോളോ ചെയ്യുന്നു. ആരത്ത് പറയും? സെക്കൻഡ് റോയിലുള്ള എലമെന്റ്. സെക്കൻഡ് റോയിൽ ആരാ? -1/2 അല്ലേ. പോയി നീ പോയി 2നെ വിളിച്ചോണ്ടോ. അപ്പോ 2നെ വിളിച്ചോണ്ടിരുമ്പോൾ എന്ത് വരും? -1/5 × 2 എത്ര വരും? -2/5 റൈറ്റ്. ഇവിടെ വേണം ശ്രദ്ധിക്കാൻ. -2/5 -1/5 പോയി 2നെ വിളിച്ചോണ്ടിരുമ്പോൾ -2/5. എന്നിട്ട് അത് എന്റെ അടുത്ത് കുറച്ച് കളാം എന്ന് പറഞ്ഞാൽ 0 മൈനസ് ഓഫ് മൈനസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തു പറയുന്നു. സോ -1/5 പോയി 2നെ വിളിച്ചോണ്ടിരും. അപ്പൊ -1/5 × 2 എന്ന് വെച്ചാൽ -2/5 റൈറ്റ്. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കളയണം എന്ന് പറയുമ്പോൾ 0 മൈനസ് എന്നല്ലേ. അപ്പൊ ഈ മൈനസ് ഈ മൈനസ് കൂടി ചേർന്ന് എന്താവും? പ്ലസ് ആവും. അപ്പൊ എന്താവും? 2/5 ഉണ്ടാവും. ഇത് ശ്രദ്ധിച്ചോണം, തെറ്റിക്കരുത്. സോ ഫൈനലി നമുക്ക് എന്ത് പറ്റി? നമ്മൾ താണ്ടെ എ എന്ന് പറഞ്ഞ് എഴുതി വന്ന മെട്രിക്സ് മാറി 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 ഇപ്പൊ എന്തായി മാറി? ഐഡന്റിറ്റി മെട്രിക്സ് ആയി റൈറ്റ്. അതുപോലെ തന്നെ ഐഡന്റിറ്റി മെട്രിക്സ് എഴുതി മാറി 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 പുതിയൊരു മെട്രിക്സ് ആയി അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചേ? ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആയി, ഇത് പുതിയൊരു മെട്രിക്സ് ആയി. അതിനെ നമ്മൾ ബി എന്ന് വിളിക്കും. എന്നിട്ട് നമ്മൾ ആ എ അതേപോലെ തന്നെ എടുത്തു. അപ്പൊ നമുക്ക് വേണ്ട എ. അപ്പൊ ഞാൻ എ ഇനി താഴെ കൊണ്ടുവരാം അല്ലെ. അപ്പൊ എ ഇനി താഴെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താ പറ്റും? ഞാൻ ഇങ്ങോട്ട് എഴുതുന്നു I/A is equal to B. B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം? ഈ മെട്രിക്സ് ആണെന്നറിയാം അല്ലെ. 1/5 2/5 2/5 -1/5. ഈ I/A എന്താണ്? അതാണെന്ത്? ആൻസർ ആയില്ലേ? ഇതാണെന്ത്? എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ച് ഈ പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പരിപാടി. നല്ലപോലെ എടുത്തു വെച്ച് നോക്കുക. 2/2 ചെയ്യാനാണ് എളുപ്പം. എക്സാം 2/2 ചോദിച്ചാൽ എളുപ്പമാണ്. 3/3 ആകുമ്പോൾ എന്ത് വെച്ചും 9 എലമെന്റ്സ് ഉണ്ട്. നമുക്ക് അതിനെ ഓരോന്നിനെയും ചെയ്യേണ്ടി വരും. അത് കുറച്ച് ലെങ്തിയാണ്. സോ ഇത് നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇതായിരിക്കും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ നിർബന്ധമായിട്ട് ചോദിച്ചിരിക്കും. സോ ഇത് നോട്ട് ചെയ്ത് വെച്ച് സോൾവ് ചെയ്യണം. ഒന്നുകൂടെ മനസ്സിലായില്ല എങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ 2 or 3 വട്ടം നല്ലപോലെ എടുത്ത് വെച്ച് കേൾക്ക്. ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് മനസ്സിലാവും റൈറ്റ്. സോ നോട്ട് ചെയ്ത് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് തന്നെയാണ്. യൂസിംഗ് എലമെന്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് A is equal to 6 - 3 - 2 1. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ഐഡിയ തന്നോട്ടെ. അതായത് നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇപ്പോ
2 4 1 0 ഇങ്ങനെ കിടപ്പുണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ 1 2 എന്ന് എന്തെങ്കിലും 1 3 എന്തെങ്കിലും കിടപ്പുണ്ട്. നമ്മളിൽ എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണല്ലോ, യു ഫ്രെയിമിലാണല്ലോ, ഇങ്ങനെയാണല്ലോ നോക്കണ്ടേ അല്ലെ. ഞാൻ പറയാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് R1 ഇത് R2 ആയിട്ട് വിളിക്കുകയാണെങ്കിൽ എക്സസൈസിൽ ഞാൻ വർക്ക് ചെയ്യാൻ തരുമ്പോൾ ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഇൻ കേസ് ഇവിടെ 1 കിടപ്പുണ്ടെങ്കിൽ സത്യം പറഞ്ഞാല് നമുക്ക് ഇവിടെ 1 വേണം, 0 നമുക്ക് ചെയ്തു വരുമ്പോൾ അങ്ങനെ വേണം അല്ലെ. 1 0 0 1 അപ്പൊ തുടക്കം ഇവിടെ വരേണ്ടത് 1 ആണ്. പക്ഷെ ഇവിടെ കിടക്കുന്ന 2 ആണ്. നോർമലി നമ്മൾ എങ്ങനെ ചിന്തിക്കുക, നമ്മൾ ഇതിനെ 1 ആക്കാൻ ശ്രമിക്കും. എങ്ങനെ 1 ആക്കാൻ ശ്രമിക്കും? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതായത് R1 gives R1/2 എന്ന് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? 2/2 1 ആണ്. പക്ഷേ അതിനേക്കാൾ എളുപ്പമുള്ള പരിപാടി എന്ന് അറിയാമോ? നിങ്ങൾ നാളെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ റോയെ പൊക്കിയെടുത്ത് ഇവിടെ വെച്ച് ഈ റോയെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ 1 3 മേളിലും വരും, ഈ 2 4 താഴെയും വരും. അതിനെന്താ ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ അപ്ലൈ, അതായത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന പോലെ അപ്ലൈങ് R1 interchanges to R, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റും. interchanges to എന്നാണ്. റോ 1ഉം റോ 2 തമ്മിൽ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ നോക്കി, ഈ 1 3 അങ്ങ് മേടി പോകും അല്ലെ. 1 3 മേടി പോവും, 2 4 താഴെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതാണ്ട് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ 1 തന്നെയാണ്. അപ്പൊ അവിടെ വേറെ ഓപ്പറേഷൻ ഒന്നും അപ്ലൈ ചെയ്യണ്ട. പിന്നെ ഇവിടുന്ന് ചെയ്ത് ഇങ്ങനെ പോവാം. ഇതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് പറഞ്ഞത്. ഇതൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇത് നോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നേരത്തെ പഠിപ്പിച്ച അതേ ഫ്രെയിമിൽ നമ്മൾ പോകുന്നു. നല്ലപോലെ കേട്ടോണ്ടിരിക്കുക. ബൈ യൂസിംഗ് എലമെന്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് A is equal. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? വി നോ ദാറ്റ്. അതൊക്കെ നിങ്ങൾ എഴുതിക്കോണം. ഞാൻ പറയുന്നില്ല. A is equal to I. നമുക്കറിയാം A is equal to എന്താണെന്ന്, I ആണെന്നറിയാം. എന്നിട്ട് നമ്മൾ A എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് വെച്ചേക്കും. എന്താണ്? 6 -3 -2 1. ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ക്വസ്റ്റ്യൻ പറയുമ്പോൾ എടുത്ത് പറയുന്നത്, അത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. ബൈ യൂസിംഗ് എലമെന്ററി ഓപ്പറേഷൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് എന്ന് കൂടെ പറയും. ഇതിന്റെ കൂടെ ഇതുകൂടെ വരും, ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. അത് നിലനിൽക്കുമെങ്കിൽ, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ചില സമയങ്ങൾ അത് എക്സിസ്റ്റ് ചെയ്യില്ല എന്നല്ലേ അർത്ഥം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിനെ കുറിച്ച് നമ്മളിപ്പോ സംസാരിക്കാൻ പോകും. റൈറ്റ്, ശരി. അപ്പോ 6 -3 -2 1 which is equal to I എന്താണെന്ന് നമുക്കറിയാം, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ 1 0 0 1 ആണ്, ഇൻറ്റു A ആണ്. ശരി, നമുക്ക് സോൾവ് ചെയ്യാം. നോക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ എല്ലാം പ്രശ്നമാണ് അല്ലെ. ഇതിലിപ്പോ ഓരോ റോ ആയിട്ട് നമ്മൾ ചെയ്തു പോകണം. ആദ്യം നമുക്ക് ഇത് എന്താക്കണം? മാർക്കിംഗ് കൂടെ വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് 1 0 0 1 ആണ്. അപ്പൊ ആദ്യം ഞാൻ 1നെ മാറ്റാൻ പോവാണ്. അത് നോക്കിയോ, ഈ 6നെ 1 ആക്കണം. എന്ത് ചെയ്യണം? 1 ആക്കാൻ എളുപ്പമാണ്, ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റൈറ്റ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ R1 gives R1/6. കാര്യം ഇത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ, നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. സോ ഫസ്റ്റ് റോയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ പറ്റുക? 6/6 1 -3/6. -3/6 എന്താണ്? -3/6 ടീമോ -1/2 അല്ലേ. സോ -1/2. അപ്പൊ ഫസ്റ്റ് റോ ആയി. ബാക്കി ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ എഴുതി വെക്കുന്നു. -2 1. ഇവിടെ ഈ പരിപാടി ചെയ്യണമല്ലോ. R1 6 ഉണ്ട്. സോ 1/6 0/6 0 തന്നെയാണ്, മറ്റേതിന് മാറ്റമൊന്നുമില്ല. 0 1. അപ്പൊ നമുക്ക് ഈ 1ന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അടുത്തതാണ് 0 എന്ന് പറയുന്ന സംഭവം ആക്കണം. അതായത് -2നെ 0 ആക്കണം. എങ്ങനെയാ ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ ഇത് സെക്കൻഡ് റോ ആണല്ലോ, ഇത് ഫസ്റ്റ് റോ. നല്ലപോലെ ചിന്തിച്ചോണം. നമുക്കിത് 0 ആക്കണം. അങ്ങനെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? -2 0 ആവണമെങ്കിൽ ആ പറയുന്ന നമ്പർ കൊണ്ട് നമുക്ക് മൈനസ് ചെയ്ത് കളയണം അല്ലെ. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എന്താണോ നമ്പർ അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പൊ -2 ആണെങ്കിൽ +2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറും? 0 ആയി മാറും. ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ നോക്കുക. അതാണ്ട് ഫസ്റ്റ് റോയോട് പറയും, ഫസ്റ്റ് റോയെ നീ പോയി ആ നമ്പറിനെ തന്നെ വിളിച്ചുകൊണ്ടുപോകാൻ പറയാം. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട സെക്കൻഡ് റോ ആണ്. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. സെക്കൻഡ് റോയിൽ ചേഞ്ച് ചെയ്യുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി എന്താണോ ഇവിടെ കിടക്കുന്ന നമ്പർ, അങ്ങനെ തന്നെ ഓർക്കുക. എന്താണോ ഇവിടെ കിടക്കുന്ന നമ്പർ നീ പോയി ആ നമ്പറിനെ വിളിച്ചുകൊണ്ടുപോകാം. -2 അല്ലെങ്കിൽ അതിനെ പോയി വിളിച്ചുകൊണ്ടുപോകാം.
അപ്പൊ -2 × R1 എന്നാവും. എന്നിട്ട് നീ അത് എന്റെ അടുത്ത് കുറച്ച് കളാം. എന്റെ അടുത്ത് കുറച്ച് കളയെന്ന് പറയുമ്പോൾ എന്റെ അടുത്ത് ഞാൻ R2 അല്ലേ, സോ R2ൽ നിന്ന് നീ അതിന് കുറച്ച് കളയാം എന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ കഥയായിട്ട് യാതൊരു മാറ്റവും. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നീ പോയി -2 എന്താണോ കിടക്കുന്ന നമ്പർ അതിനെ തന്നെ വിളിച്ചുകൊണ്ടിരാൻ ശ്രമിക്കുക. -2 വിളിച്ചോണ്ട് വാ. എന്നിട്ട് നീ എന്റെ അടുത്ത് കുറച്ച് കളയാം. എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ R2 ആണ്. അപ്പം ഈ പറയുന്ന R1 പോയി എന്ത് ചെയ്യും, -2 വിളിച്ചോണ്ട് വരും. സോ R1 പോയി -2 വിളിച്ചോണ്ട് വരും. എന്നിട്ട് എന്റെ അടുത്ത് ഞാൻ R2 ആണ്. R2ൽ നിന്ന് കുറച്ച് കളയാം. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുക, മൈനസ് ഓഫ് മൈനസ് അല്ലേ, മൈനസ് ഓഫ് മൈനസ് എന്ത് വരും, പ്ലസ് വരും. റൈറ്റ്, അത് ഓർമ്മ വേണം. ഞാൻ ഇവിടെ നിന്ന് മൈനസ് ഓഫ് മൈനസ് തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നു നിങ്ങളുടെ കംഫർട്ടബിൾ സോണിന് വേണ്ടിയിട്ട്. ആക്ച്വലി ഇത് പ്ലസ് ഇട്ട് ചെയ്തൊക്കെ പോകും. റൈറ്റ്, അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് സെക്കൻഡ് റോയിലാണല്ലോ മാറ്റം വരുന്നത്. അപ്പൊ ഫസ്റ്റ് റോയിൽ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ അതേപോലെ എഴുതുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു A. ശരി, അപ്പൊ ഫസ്റ്റ് റോയിൽ മാറ്റമില്ലാത്തതുകൊണ്ട് ഞാൻ അതേപോലെ എഴുതി വെക്കുന്നു. 1 -1/2 ഇപ്പർ സൈഡ് ആണെങ്കിൽ 1/6 0. നമുക്ക് നോക്കാം. അപ്പോ പറയാണ് ഫസ്റ്റ് റോയിലുള്ള 1 പോയി -2 വിളിച്ചോണ്ട് 1 × -2 എന്താ വരും, -2 എന്ന് പറഞ്ഞു വരും. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കളാം. എന്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ -2 ആണ്. -2ൽ നിന്ന് കുറച്ച് കളാം. കുറച്ച് കളയെന്ന് പറയുമ്പോൾ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. അപ്പൊ എന്താവും, -2 + 2 എത്രയാണ്, 0. കണ്ടോ, നമ്മുടെ ആവശ്യം നേടിയെടുത്താണ്. സിമിലർലി ഇതേ പരിപാടി ഇവിടെയും കാണിക്കണം. നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇവനോട് പറയും 1/2 -1/2 നീ പോയി ആരെ വിളിച്ചോണ്ട് വാ, താങ്കൾ എഴുതാണ് കേട്ടോ. -1/2 നീ പോയി ആരെ വിളിച്ചോണ്ട് വാ, -2 വിളിച്ചോണ്ട്. സോ -2 വിളിച്ചോണ്ട്. അപ്പോ -1/2 പോയി -2 വിളിച്ചോണ്ട്. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കളാം. എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ 1 ആണ്. 1ൽ നിന്ന് കുറച്ച് കളാം. ഇപ്പൊ ശ്രദ്ധിച്ചോണം സംഭവിക്കുന്നത്. അതാണ്ട് ഈ 2ഉം ഈ 2ഉം കട്ടായി പോകും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. സോ 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്. ആ പ്ലസും ഈ മൈനസും കൂടെ ചേർന്ന് വീണ്ടും മൈനസ് ആവും. സോ 1 - 1 എന്നാവും. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കാം. അതാണ്ട് ആ എഴുതിയപ്പോ ആക്ച്വലി ഇപ്പൊ എന്തായി, സംഭവം എന്തായി, ഈ പറഞ്ഞ നമുക്കത് 0 ആയി മാറും. ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ സംസാരിക്കും. നല്ലപോലെ കേട്ടോണ്ടിരിക്കാം. -1/2 സോ -1/2. അപ്പൊ ഫസ്റ്റ് റോയിലുള്ള -1/2 അല്ലേ, ഈ -1/2 ആരെ വിളിച്ചോണ്ടിരണം, -2 വിളിച്ചോണ്ടിരണം. സോ അവൻ പോയി -2 വിളിച്ചോണ്ട് വരും. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താണ്ടെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. -2 എളുപ്പത്തിൽ എഴുതാനുള്ള രീതി പറയാം. -2 × -1 എന്ന് വെച്ചാൽ 2 ആണ്. കാര്യം -⁻⁻ പ്ലസ് അല്ലേ, റൈറ്റ്, ബൈ താഴെ ഒരു 2 കിടക്കും. എന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് കളാം. എന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഞാൻ 1 അല്ലേ, 1ൽ നിന്നും അത് കുറച്ച് കളാം എന്നാ പറയാം. ഈ 2/2 നമുക്ക് എത്ര അറിയാം, 1 അറിയാം. സോ 1 - 1 അത് എത്ര വരിക, 0. സോ അതുകൊണ്ട് 0. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ, ഇതേ ഓപ്പറേഷൻ നമുക്ക് അപ്പുറത്തോട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കഥ നമുക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകണം. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോ മൊത്തത്തിൽ സോൾവ് ചെയ്തപ്പോൾ 0 ആയിരിക്കും. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ടിപ്പായിട്ട് ഓർത്ത് വെക്കാം. നമ്മൾ ചെയ്തു വരുമ്പോൾ, അതായത് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റോ മൊത്തത്തിലോ ഒരു കോളം മൊത്തത്തിലോ 0 ആയി പോവുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, കണക്ട് ചെയ്യാനേ പറ്റത്തില്ല. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത സ്റ്റെപ്പിനകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയാം. അപ്പോ ഓർത്തു വെക്കുക. ഇപ്പൊ എന്താ വെച്ചാൽ ഒരു റോ മൊത്തത്തിൽ 0 ആയി പോയത് കൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ നമ്മൾ എന്താ പറയും, സിൻസ് the second row of the matrix is 0, the inverse of the matrix does not exist. Does not exist. ഈ ഒരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. റൈറ്റ്, അപ്പോ റോ 0 ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തില്ല. ഇതിവിടെ ഓർത്ത് വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ച് ചെയ്തു പോകണം. റൈറ്റ്, സോ നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും ഓർക്കുക, ഒരു റോയോ ഒരു കോളോ മൊത്തത്തിൽ 0 ആവുകയാണെങ്കിൽ അത് ഇൻവേഴ്സ് ഉണ്ടാവില്ല. സത്യം പറയാൻ നമുക്ക് ഇത് അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഡിറ്റർമിനൻസ് നമ്മൾ ഇത് കഴിഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്.
ആ ടെക്നിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫായിട്ട് തോന്നും, അത് വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ ഇത് വെച്ച് തന്നെ ചെയ്യണ്ടേ. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, പോസ് ചെയ്ത് വെച്ചിട്ട് നോട്ട് ചെയ്യും. ആണെങ്കിൽ ഈ സെഷനിലെ ഹോംവർക്ക് തരാം. നിങ്ങൾ എക്സസൈസ് 3.4 എടുക്കാം. എക്സസൈസ് 3.4 റൈറ്റ്, ആ പേജ് നമ്പർ 97 ആണ്. പേജ് നമ്പർ ടെക്സ്റ്റിന് പേജ് നമ്പർ 97. ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പറയുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. 1 തൊട്ട് 14 വരെ ക്വസ്റ്റ്യൻസ് കിടക്കും. 1 to 14 14 ചോദ്യങ്ങൾ ഈ 2x2 ആണ്. ഇതിലെ കുറെ ഡസ് നോട്ട് എക്സിസ്റ്റ് ഉണ്ട്, അല്ലാത്തതുണ്ട്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ സംഭവം എന്നുള്ളത്. റൈറ്റ്, അത് വെച്ചുകൊണ്ട് ട്രൈ ചെയ്യാം. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയം വരും ഇതുമായി ബന്ധപ്പെട്ട്. ഈ സംശയം വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ ഡൗട്ട് ആയിട്ടുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഇത്ര സോൾവ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ ഞാനത് ചെക്ക് ചെയ്ത് വെച്ചേക്കാം. ആരാണെന്ന് വെച്ചാൽ പേരെഴുതി നിങ്ങളുടെ ഡൗട്ട് നമ്പർ ക്വസ്റ്റ്യൻസ് കൂടെ അതിനകത്ത് കമന്റിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തരുന്ന മെസ്സേജിന്റെ താഴെയായിട്ട് കമന്റ് ബോക്സിൽ അവിടെ കൃത്യമായി സെറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് പറഞ്ഞു. റൈറ്റ്, അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കോമൺ ആയിട്ടുള്ള ഡൗട്ട് ഏതാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. റൈറ്റ്, അപ്പോൾ 1 to 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഉറപ്പായിട്ടും സംശയം വരും. സംശയം വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങളുടെ പേര് എഴുതിയതിനു ശേഷം ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് കൃത്യമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. റൈറ്റ്, ഇത്രയൊന്ന് സോൾവ് ചെയ്ത് വെക്കുക. ഉറപ്പായിട്ടും ഡൗട്ട് ഉള്ളത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്തുള്ളത് ഒരു 3x3 ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതോടുകൂടി ഈ പോർഷൻ തീരുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള നല്ലപോലെ പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സോടുകൂടി ഈ പോർഷൻ തീരും. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തെടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻസ് ആണ്. പുതിയ ഒരു ക്ലാസ് സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.